ഹലോ ഗായ്സ്, വെൽക്കം ടു ബി ഓൺ ബില. സോ നമ്മൾ ഇന്നൊരു റോഡ് ട്രിപ്പിന് പോവാണ്. ശരി, നമ്മളെങ്ങോട്ട് പോകുന്നത് ഇതവിടെ വെള്ളമുണ്ട് ഗായ്സ്. അതെ അതവിടെ ഹൈക്കേഴ്സ് ഉണ്ട്. അതെ, ഭക്ഷണമൊന്നും പോകുന്നില്ല നമ്മുടെ വണ്ടി അല്ലാതെ. പ്രശ്നം അതാ, ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാ കോഴിക്കോട് ഇന്ന് നോമ്പ് തുറക്കായിട്ട് പിടിച്ചടിക്കും. നാട്ടിലാണെങ്കിൽ ഇപ്പൊ ആ നാട്ടിലാണെങ്കിൽ ആ വിളിക്കപ്പോ കോഴി വന്നിരുന്നു. പക്ഷെ നാട്ടിൽ അത് നമുക്ക് ഇങ്ങനെ കാണാണ്ടില്ലേ സെറ്റ്. മറ്റത് കയറി വരുന്നല്ലോ. പക്ഷെ അയ്യോ, പോയോ കാസ ഇതിനകത്തുനിന്ന് മഞ്ഞ് കാണാൻ വന്ന അവിടെ വെള്ളച്ചാട്ടുണ്ട്. അതാ വൈറ്റ് കാണണ്ടോ അവിടെ? ആ വൈറ്റ് കണ്ടോ? ഇങ്ങോട്ട് വാ. അതാ ആ വൈറ്റ് കണ്ടോ ഗൈസ്? ഭൂമിയിലെ സ്വർഗ്ഗം. നമ്മളിനി അങ്ങടാ പോണത്. ഈ വഴി വന്ന ഒരു ഹൈക്കർ പറഞ്ഞു നമ്മളെ ഇതുവഴി കയറാനാണെങ്കിൽ കുറച്ച് റിസ്കി ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂമിനും പിന്നെ പലർക്കും ഗ്ലൗസ് ഇല്ല, കുറച്ച് പേർക്ക് ഗ്ലൗസ് ഉള്ളു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അധികം അങ്ങനെ നടക്കണത് ഡേഞ്ചറാണ് പറഞ്ഞു. നമ്മുടെ ഹെൽത്തിനൊക്കെ ഒന്ന് പ്രശ്നമാണ് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം വന്ന ലൊക്കേഷനിലേക്ക് തന്നെ അതിൻ്റെ കുറച്ച് മാറിയിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. നിർത്തോ, അവര് പിന്നാലെ വരുന്നുണ്ടോ? അതാ മറ്റോർത്ത് മിനി കൂപ്പർ. പൊട്ടിച്ചു. ആദ്യം വീഡിയോന്റെ ആൾക്കാർ പൊട്ടല് വീണൊക്കെ എടുത്തോലെ അതിലിട്ടു. അടാ കിട്ടിയില്ല ഒന്നുകൂടി അങ്ങനെ വെക്കോ. ക്യാമറ മേലേക്ക് പോണുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഗൈസ്, ഞാൻ നിലത്തെത്തിന്ന്. എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും പറഞ്ഞ F-35 ആണ്. അമേരിക്കൻ മെയ്ഡ് സാധനമാണ്. അത് 5th ജനറേഷനിൽ പെടുന്ന സാധനമാണ്. അവർ യുദ്ധത്തിൽ മാക്സിമം ഇപ്പം ലോകം മുഴുവൻ അവർ സ്പ്രെഡ് ചെയ്ത സാധനമാണത്.
മേ ഒറ്റക്കുള്ള പാത കീറി അപ്പോൾ ഗൈസ് നമ്മള് അതാ ഞങ്ങള് മേലെ ഇറങ്ങിയ സമയത്ത് നല്ല കാറ്റായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ മേലെന്ന് ഞങ്ങൾ അതുവഴി ഇതുവരെ ഇറങ്ങി ഇവിടെ എത്തി. ഇവിടുന്ന് നമ്മളൊന്ന് വീട് ഇവിടെ വന്നത്. ഞങ്ങൾ ചാർജാണ്, ക്യാമറ കൂടി ചാർജ്. അതാ സിലു മറ്റേ അനുവർത്ത പൃഥ്വിരാജ്. ഏതാ ബാക്ക്ഗ്രൗണ്ട്? അതാ ഷാറുഖ് ഖാൻ. ഞാൻ ഓടിപ്പോയി തള്ളിട്ടാ ഞാൻ അവിടെ ഉണ്ട്. കൈ മടങ്ങണില്ല. ചാവില്ല അല്ലേ? താഴെ പോയി ആ കഫേന്ന് ഒരു ചായ കുടിച്ചാലോ? നല്ലൊരു ഐഡിയ അല്ലേ? എന്നാ പോലെ ഞങ്ങൾ ഈ മല കീഴടക്കി ഞങ്ങളിതാ പോകുന്നു. നിങ്ങക്ക് കാണുന്നുണ്ടോന്നറിയില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ അടിയിൽ പോയി എയർ ആംബുലൻസ് ബുക്ക് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അപ്പു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളിതാ അടിയിലെത്തി. നമുക്ക് ഈ ഇറങ്ങി വിണ്ടമേറിന് എത്തേണ്ടി വരും. അത് ആംബിൾ സൈഡ് എത്തേണ്ടി വരും. ആംബിൾ സൈഡ് അല്ലേ? അവസാനം നമുക്ക് സിരുവിനെ തിരിച്ചു കിട്ടി ഗൈസ്. സിരു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ മഞ്ഞ് കാണാൻ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ റിസ്ക് ആണ്, ഈ ഷൂസൊക്കെ എടുക്കാൻ റിസ്ക് ആണ്. അപ്പോൾ അതും നല്ല ഇത് വെച്ചിട്ട് കയറിയത് വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല. ഫുൾ ടോപ്പിൽ വരെ കയറി, ബട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ് താഴ്ത്തണം ആഗ്രഹമുണ്ട്, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ്.